നായരും നമ്പൂരിൻ്റെയും ചീത്ത പറയാൻ എന്നൊരു ആയുധമാക്കി എടുക്കാൻ അവർക്ക് തലവർക്കും താല്പര്യമുണ്ടായിരുന്നു. ഞാനത് നിന്നില്ല. അതോടുകൂടി ഞാൻ അതിൽ നിന്ന് പിരിഞ്ഞപ്പോൾ എന്താണ്, അബ്ദുൽ ഗഫൂറിന് വരെ എന്നെ കൊള്ളുകാരൻ, എന്നെ ഇപ്പോൾ കള്ള് മണക്കുന്നു. എന്നെ കൂടെ കാണുന്നപ്പോൾ എൻ്റെ കള്ളിൻ്റെ ഒരു മണം ഇല്ലായിരുന്നില്ല. അന്ന് എല്ലാം വലിയ എടുക്കണമായിരുന്നില്ല. അതിനുവേണ്ടി ഇഷ്ടംപോലെ കാശ് എടുക്കുന്ന വേണ്ടി ചേരുവാക്കിയിട്ടുണ്ടല്ല ഇവരെല്ലാവരും. അന്ന് കൊള്ളായിരുന്നു. മാത്രമല്ല, ഞാൻ കള്ള് കച്ചവടം ചെയ്യുന്നവനാണ്, കോൺട്രാക്ട് പണി ചെയ്യുന്നവനാണ്. പക്ഷേ എത്രയോ കൊല്ലങ്ങളായിട്ട് ഞാനിത് പണിയുന്നവനാണ്. കോടിക്കണക്കിന് ഒരുപാട് പേർക്ക് കേരളത്തിലും മദ്രാസിലും കർണാടകത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. ഈ എന്നെ കുറ്റം പറഞ്ഞ ഈ ഗഫൂറുണ്ടല്ലോ, അങ്ങനെ എന്താ പണിയുന്നുണ്ട്. വിദ്യാഭ്യാസ കച്ചവടമല്ലേ ചെയ്യണത്. ഞാൻ സ്വന്തമായി വേല ചെയ്തായി വയ്ക്കുന്നത്. ഏതായാലും എന്നെ കുറ്റം കണ്ടുപിടിക്കുന്നത് അതാണ് ആ മര്യാദ. UDF ആയാലും LDF ആയാലും കേരള രാഷ്ട്രീയത്തിൽ ഈഴവൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ആയി വന്ധീകരിക്കപ്പെട്ട ഒരു സമുദായമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അതാണ് വന്ധീകരിച്ചത്. ആ മുഖ്യമന്ത്രി കഴിഞ്ഞ പിന്നെ ആരെങ്കിലും ഉണ്ടോ? കോൺഗ്രസ്സുകാരുണ്ട്, സുധാകരൻ എന്ന് പറയാം, വന്ധീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. എല്ലാ ഈഴവരും അടൂർ പ്രകാശുണ്ട്, എത്രയാളുണ്ട്. അത് കഴിഞ്ഞിട്ട് അതും വന്ധീകരിച്ച് അടുത്ത തലമുറ പറ. ഈ അടൂർ പ്രകാശ് ഇങ്ങനെ 2-3 പേരെ എതിർപ്പുണ്ട്. രാഷ്ട്രീയ വന്ധീകരണം നടത്തിയാണ് എല്ലാ മുന്നണിയിലും ഈഴവനെ നിർത്തിയിരിക്കുന്നത്. അവൻ കഷ്ടപ്പെട്ട് ഉയർത്തി ചോര കൊടുത്ത് നിർത്തിയ പ്രസ്ഥാനങ്ങൾ പോലും അവൻ്റെ ആളുകളെ ഉയർത്തുന്നില്ല. ഈ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലും മറ്റും ഒരു വിമർശനം വന്നു. ഈഴവ സമുദായം CPM-നെ കൈയൊഴിഞ്ഞു. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനും കുടുംബവും ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിന് ഇറങ്ങി. പ്രത്യേകിച്ചും അങ്ങയുടെ ഭാര്യ ശ്രീമതി പ്രീതി നടേശൻ ചില കൺവെൻഷനുകൾക്ക് പോയി എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം പ്രകടമായൊരു നിലപാട് SNDP-യും അങ്ങും സ്വീകരിച്ചിരുന്നു? ഇല്ല, SNDP എന്ന നിലയിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഞാൻ എന്നെ കൊണ്ടുവെക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ നിന്നില്ല. നിൽക്കാതിന് കാരണമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിന്നായിരുന്നു ആരിഫിന് വേണ്ടി. അത് കഴിഞ്ഞ് ജയിച്ചതിന് ശേഷം ആരിഫ് എന്താ പറഞ്ഞത്, ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പുള്ളിക്ക് വോട്ട് കുറഞ്ഞു പോയതെന്ന്. മാത്രമല്ല, ആരിഫ് ഇവിടെ നിർത്താൻ പാടില്ല എന്ന അഭിപ്രായം പറഞ്ഞ ആളാണ് ഞാൻ പറയാൻ അങ്ങോട്ട് ചെന്നതല്ല. ഉത്തരവാദിത്തപ്പെട്ടവർ എന്നോട് ചോദിച്ചപ്പോൾ ആരിഫിനെ നിർത്തല്ലേ. ആരിഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ, വേണുഗോപാൽ ഇവിടെ സ്ഥാനാർത്ഥി വന്നാൽ ഞാൻ പരിങ്ങില്ലാകും. അതുകൊണ്ട് വേണുവിനോട് ഞാൻ ഡൽഹി വെച്ച് ചോദിച്ചപ്പോൾ വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പരിസ്ഥിതിയൊക്കെ ഇവിടെ കണക്കാക്കി ഞാൻ പറഞ്ഞ് വരുമ്പോൾ മോശമാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാർട്ടിയുടെ അണികളിൽ ഒരു ഇമേജും ഇല്ല. വേണ്ട, സ്വന്തം സമുദായത്തിൽ പോലും ഇല്ല. അദ്ദേഹം തന്നെ സംഭവിച്ചിട്ടുണ്ടില്ല. മണ്ണഞ്ചേരിയിലേക്ക് എന്താ ഒരുപാട് മുസ്ലിങ്ങളുള്ള പ്രദേശത്ത് പോലും 3-ാം സ്ഥാനത്തില്ല. ഞാൻ മോദി ഭരണത്തിന് ഇല്ലാതാക്കുന്നതാണ് അഖിലേന്ത്യാ ലെവലിലുള്ള മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ അജണ്ട. ആ അജണ്ട അവരോട് നടപ്പാക്കി. അവരെ ഒന്നിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ചിട്ട് കാര്യമില്ല. ഒരു അഖിലേന്ത്യാ പാർട്ടി എന്നതിൽ ഈ മോദി ഭരണത്തെ താഴെ ഇറക്കാൻ പറ്റിയത് കോൺഗ്രസ് ആണെന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് അടിപൊളിയല്ലേ വോട്ട് ചെയ്ത്. കാന്തപുരം തന്നെ സ്വന്തമാണെന്ന് വിചാരിച്ച് നടന്നല്ലേ. കാന്തപുരത്തിനോടുകൂടി വളരെ ഔദാര്യത്തോടും സ്നേഹത്തോടും ഒക്കെ പെരുമാറുകയല്ലേ നമ്മുടെ മുഖ്യമന്ത്രി. ഒരുപാട് വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിച്ച് ഒരു വോട്ട് പോലും കിട്ടിയാണ്. എങ്ങോട്ട് ചേർന്ന് വെള്ളത്തോടെ ചേരുള്ളൂ അവർ ചേർന്നത്. അപ്പോൾ ഇവരുടെ കണക്കിട്ട് നോക്കിയാൽ ഈ പ്രീണനം കൊണ്ട് തന്നെ ഇത് ഭാഗത്ത് ഹിന്ദുക്കളുടെ ഭാഗത്ത് എന്താ പറ്റിയത്, ഈ മുസ്ലിം പ്രീണനമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർക്ക് ഒരുപാട് അവകാശം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അവർക്ക് അധികാരം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല. ഇടതുപക്ഷമായാലും തിരക്കില്ല, വലതുപക്ഷമായാലും തിരക്കില്ല. മുസ്ലിം പ്രീണനം ആണ് കൂടുതലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുമ്പോൾ അതിന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം അത് സംസാരിക്കാനെന്നാണ് ഇപ്പം നിയമസഭയിലും പുറത്തുമുള്ള മുസ്ലിം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ആ വസ്തുത ഇത്രയേ ഉള്ളൂ. 9 പേരെ എടുത്തതിൽ 5 പേര് മുസ്ലിമാണ്. അത് തന്നെ വസ്തുത. അത് നോമിനേറ്റ് ചെയ്താണ് തിരഞ്ഞെടുത്ത്. ഇനി അവർക്ക് അവകാശം കിട്ടാൻ കാണും, മേടിച്ചോട്ടെ. നോമിനേറ്റ് ചെയ്തതിൽ 5 മുസ്ലിം 2 ക്രിസ്ത്യാനി. അത് ശരിയായ. അത് മാത്രമല്ല, ഇടതുപക്ഷ ഗവൺമെൻറ് ഇസ്രയേലോ ഏതാണ്ടൊക്കെ അന്യ രാജ്യത്തുണ്ടായ പ്രശ്നം മുസ്ലിങ്ങൾക്ക് താല്പര്യമുള്ളതിൻ്റെ പേരിൽ ഇവിടെ എത്ര സമ്മേളനം പ്രകടനം നടത്തി ആരെ പ്രതിനിധിപ്പെടുത്താനാണ്? അപ്പോൾ എങ്ങനെ കളിച്ചാലും മുച്ചിട്ട് കളിക്കാരുടെ കളി പോലെ അവസാനം എല്ലാം കമ്പനിക്ക് അടിക്കണം, ലീഗിന് തന്നെ കിട്ടണം
മുസ്ലിം തന്നെ കിട്ടണമെന്നാണോ വൈകാരികണ്ട്? എല്ലാവർക്കും കൊടുക്കണം. അതല്ലേ സാമൂഹ്യ നീതി. ഈ സാമൂഹ്യ നീതി നടക്കാതെ വരുമ്പോഴാണ് ഈ ജാതി ചിന്ത എപ്പോഴാണ് ഉണ്ടാകുന്നത്? ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. അപ്പോൾ ജാതി വിവേചനം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു സാമൂഹ്യ നീതിയോട് നടപ്പാക്കണം. ഞങ്ങൾക്ക് സാമൂഹ്യ നീതി ആര് തരുന്നു? എല്ലാം വോട്ട് കുത്തി യന്ത്രങ്ങൾ.